ഉള്ളിടത്തോളം കാലം നമ്മൾ ഇടപെട്ടാൽ പിന്നെ അത് പ്രശ്നമോ? അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുള്ളൂ. അതെ, ശേഖരനെ ഒതുക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തണം. അതാണ് സേഫ്. അതെ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും വേണം. അതേക്കുറിച്ചൊന്നും ആന്റി പേടിക്കണ്ട. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഈ കാര്യത്തിൽ നിന്നെ വിശ്വസിച്ചാ ഞാൻ നിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ദ്രന്റെ അനുവിന്റെയും മേൽ ഒരധികാരം സ്ഥാപിച്ചത്. ഒരു പരിധിവരെയൊക്കെ എന്നെ അനുസരിക്കുന്ന അവസ്ഥയിലുമാണ്. ഇനി ശേഖരൻ വീട്ടിലേക്ക് തിരിച്ചു വരികയും അയാൾ ആരാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്താ അതോടെ എല്ലാം തീർന്നു. ശേഖരൻ തിരിച്ചു വന്ന അതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് അനുവിനും ഇന്ദ്രനും തന്നെയായിരിക്കും. അതാ എന്റെയും പ്രശ്നം. അതുകൊണ്ട് ഒരു രീതിയിലും ഞാൻ അതിന് അനുവദിക്കില്ലേ. എന്തോ ഭാഗ്യം കൊണ്ടാ ശേഖരൻ ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതിനു മുമ്പേ മാഷും ദാസങ്ങളും അറിഞ്ഞേനെ. അതെ, ഈശ്വരൻ അങ്ങനെയൊന്നും എന്നെ കൈവിടത്തില്ല ഹർഷേ. അയാളുടെ വാ ഒരിക്കലും തുറക്കാതിരുന്നാ മതിയായിരുന്നു. കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് ചെയ്തു തരില്ല ആന്റി. ചില വഴികൾ കാണിച്ചു തരും. ബാക്കി നമ്മൾ തന്നെ ചെയ്യണം. ശേഖരനുള്ള പണി നമുക്ക് തന്നെ കൊടുക്കാം. ഈ നാട്ടിലേക്ക് വന്നത് തന്നെ തെറ്റായി പോയി എന്ന് തോന്നുന്ന രീതിയിൽ ശേഖരനെ മാറ്റണം. അതാണ് എന്റെ ആഗ്രഹം. നീ അതിന് എന്നെ ഒന്ന് സഹായിക്കണം ഹർഷേ. ഞാൻ ഏറ്റു. ആന്റി ധൈര്യമായിട്ടിരിക്കെ. സാറ് കഴിക്കാൻ ഇത്രയും ലേറ്റ് ആക്കേണ്ട കാര്യമില്ലായിരുന്നു. സുശീല ഹർഷയും കൂട്ടി പോയാൽ പിന്നെ വരുന്ന കാര്യമൊക്കെ എങ്ങനെയാന്ന് സാറിന് അറിയാവുന്നതല്ലേ. കുഞ്ഞമ്മ തന്നെയല്ലേ പറഞ്ഞത് അവരമ്പലത്തിൽ പോയതാണെന്ന്. അതും ചായ പോലും കുടിക്കാതെ പോയെന്ന്. അപ്പൊ പിന്നെ അവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു മര്യാദ എനിക്കില്ലേ കുഞ്ഞമ്മേ? ആ, കുറച്ച് നാളായിട്ട് സുശീലയുടെ ഇങ്ങോട്ടുള്ള വരവിനും വിളിച്ചുകൊണ്ട് പോക്കിനൊക്കെ ഒരു കുറവുണ്ടായിരുന്നു. വീണ്ടും തുടങ്ങി. പുതിയ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞമ്മേ. അസമയത്തുള്ള ഫോൺ വിളികൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പിന്നെ ഇടയ്ക്ക് 2-3 ദിവസം അവർ ടൂറിലൊക്കെ ആയിരുന്നല്ലോ. അല്ല സാറേ, ഈ സുശീലയും ഹർഷയും തമ്മിൽ എന്താ ഇത്ര വലിയ അടുപ്പം? നിങ്ങൾ ബന്ധുക്കളൊന്നും അല്ലല്ലോ. അങ്ങനെ കുടുംബ ബന്ധമൊന്നുമില്ല കുഞ്ഞമ്മേ. ചിലപ്പോ സ്വഭാവത്തിന്റെ ഐക്യമായിരിക്കും. കുഞ്ഞമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ? രണ്ടാളും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാ. അത്തരക്കാരെ ഒരുമിച്ച് വിടുന്നത് അപകടമല്ലേ സാറേ? സുശീലയ്ക്ക് പിന്നെ എന്തു വന്നാലും കുഴപ്പമില്ല. വയസ്സ് എത്ര ആയില്ലേ. പക്ഷെ അതുപോലെയാണോ ഹർഷമോള്? എന്തായാലും സാറ് ഭാര്യയൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ. ആ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. കുഞ്ഞമ്മേ, കുഞ്ഞമ്മേ. ആ, എന്താ സാറേ? കുഞ്ഞമ്മേ, ഈ പത്രം വേറെ ആരെങ്കിലും എടുത്തായിരുന്നോ? ഇതിന്റെ ഒരു പേജ് കാണുന്നില്ല. ഞാനെടുത്തില്ല സാറേ. ആ, ഒരു പത്രത്തിന്റെ പേജ് പുറത്ത് കിടക്കുന്ന കണ്ടു. ഇനി അതെങ്ങാനായിരിക്കും. അല്ല, അതെങ്ങനെയാ പുറത്തു വന്നേ? കുഞ്ഞമ്മേ, എന്നാ ഒന്ന് എടുത്തു തരുമോ? ആ, ഞാനിപ്പോ എടുത്തോണ്ട് വരാം സാറേ. എന്നാലും ഇതിന്റെ പേരെങ്ങനെ പുറത്തെത്തിയത്? ആ, ഇത് തന്നെ ആവണമെന്നില്ലല്ലോ. അല്ല, ഇത് അത് തന്നെയാണല്ലോ.